സോ ലീസിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ആണുള്ളത്. സോ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി എ ആണ്. അപ്പോൾ എ ആണ്. എന്താ അപ്പോൾ ഇവിടുത്തെ ലെസ്സർ എന്ന് പറയുന്നത് എ ആവും. അതായത് ഓണറാണ് ആര്, എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ എന്ത് ചെയ്തു, വേറൊരു വ്യക്തിക്ക്, അതായത് ബി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാൾക്ക് ആ ഒരു അസറ്റ് ലീസിന് കൊടുത്തു. ഓക്കെ, ലീസിന് കൊടുത്തു. അപ്പോൾ ലീസിന് കൊടുത്തപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആരാണ്, ലെസ്സി എന്നാണ് പറയുന്നത്. ഓക്കെ, ലെസ്സി എന്ന് പറയും. അതായത് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആൾ, യൂസർ. ഇനി ഇപ്പോൾ എന്താണ്, അസറ്റ് എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഓണർ ആ ഒരു യൂസർക്ക് കൊടുത്തു. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം, എക്ക് എപ്പോഴും റെൻ്റ് എമൗണ്ട് കൊടുക്കണം. അതായത് ഒരു പീരിയോഡിക്കലി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു റെൻ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റിൽ എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീസ് ഫിനാൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ എത്രയാണോ ആ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് പീരീഡിക്കാണ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സിനാണ് ആ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത് എന്നവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ എൻഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പയറി ഡേറ്റ് എത്തിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ലെസ്സി, അതായത് നമ്മുടെ ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു അസറ്റ് ആ എൻഡിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു പീരീഡ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബി എന്ത് ചെയ്യുന്നു, ആ ഒരു എക്സ്പയറി ഡേറ്റിൽ മേ ബി അതിനെന്ത് ചെയ്യാം, ആ ഒരു അസറ്റ് പേർച്ചേസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്റ്റിന് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു അസറ്റ് ഇപ്പോൾ എൻ്റെ നിന്ന് ബി എടുത്തിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടല്ലോ, ആ അസറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ച് എക്ക് തന്നെ എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെന്താണ്, ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലീസിൽ എന്താ മെയിനായിട്ട് പറയുന്നത്, ചെറിയ ഫേമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു മെത്തേഡ് കൺവീനിയൻ്റ് ആണ്. കാരണം എന്താണ്, അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷൊന്നും ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അസറ്റ് ലീസിൻ്റെ അടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാസം അതിന് എന്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, റെൻറ്റ് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു മിനിമം എമൗണ്ടിൽ തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു അസറ്റ് ലീസിനെടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എന്താണ്, ഒരുപാട് എമൗണ്ട് പോവാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താ, ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു അസറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മന്ത്ലി മാത്രം അതിന് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് വേറെ ഏതെങ്കിലും പർപ്പസിന് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെസ്സി ഒരിക്കലും എന്താവില്ല, അതായത് ഇപ്പോൾ യൂസർ എന്ന് പറയുന്ന ആൾ എന്താവില്ല, ഒരിക്കലും ആ ഒരു അസറ്റിൻ്റെ ശരിക്കുള്ള ഓണർ ആവില്ല. അതായത് എന്ത് ചെയ്യില്ല, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യില്ല. എപ്പോഴും എന്തായിരിക്കും, ഓണർ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും, അതായത് ലെസ്സർ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അതായത് ലെസ്സി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തി, അവർ പറഞ്ഞിട്ടുള്ള ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തി എന്നുണ്ടെങ്കിൽ ലെസ്സർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് തന്നെ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.